ആൾക്ക് ക്ഷേമ പെൻഷൻ 2000 രൂപ ആക്കി, നല്ല കാര്യമാണ്. അല്ലെങ്കിൽ കിഫ്ബി വഴി റോഡും പാലങ്ങളും കൊണ്ടുവന്നു, നല്ല കാര്യമാണ്. അത് ഒരുപാട് വികസന പരിപാടികൾ കൊണ്ടുവന്നു. പക്ഷേ അതിൻ്റെ കൂടെ ഞങ്ങൾ ഹെൽമെറ്റ് വെച്ച് അടിക്കും, വേണേൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അത് സൗകര്യമില്ലെന്ന് പറഞ്ഞു ജനത്തിൻ്റെ പ്രശ്നം അതാണ്. 5 വർഷം കഴിഞ്ഞു, 10 വർഷമായി. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മലയാളികൾ ഹൈലി പൊളിറ്റിക്കലാണ്, ഭയങ്കരമായി ഓഡിറ്റ് ചെയ്യുന്നവരാണ്. അവർക്കും മടുത്തു തുടങ്ങി. അതിൻ്റെ ആദ്യ കാരണം അതാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ കൂടി മനുഷ്യർക്ക് മടുക്കുമല്ലോ, ഒരുതരം ഒരു 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 സമീപന പ്രശ്നം ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു മടുപ്പിൻ്റെ ഒരു പോർഷൻ അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ സർക്കാരുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് UDF അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. ഏറ്റവും അവസാനം വന്നിട്ടുള്ള ശബരിമല വിവാദം ഒരു കോർ ഇഷ്യൂ ആണ്. അത് സർക്കാരിനെ അൺപോപ്പുലർ ആക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. അത് UDF വലിയ തോതിൽ ഗുണം ചെയ്തു. CPM തന്നെ CPM ഒരു മെയിൻ റൂളിംഗ് പാർട്ടി എന്ന നിലയ്ക്കുള്ള ആ പാർട്ടിയുടെ സമീപനം, ഒരു പാർട്ടി ജനങ്ങളുമായിട്ടൊരു ജൈവിക ബന്ധം ഉണ്ടാവണം, ഊഷ്മള ബന്ധം ഉണ്ടാവണം. അത് ജനങ്ങളോട് നിങ്ങളെ സേവ് ചെയ്യുകയാണ് എന്ന ഫീൽ കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാതെ ഞങ്ങൾ നിങ്ങളെ ഭരിക്കുകയാണെന്ന് ഫീൽ കൊടുത്താൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിൻ്റെ പ്രശ്നം അതാണ്. അപ്പോൾ ആൾക്ക് ക്ഷേമ പെൻഷൻ 2000 രൂപ ആക്കി, നല്ല കാര്യമാണ്. അല്ലെങ്കിൽ കിഫ്ബി വഴി റോഡും പാലങ്ങളും കൊണ്ടുവന്നു, നല്ല കാര്യമാണ്. അത് ഒരുപാട് വികസന പരിപാടികൾ കൊണ്ടുവന്നു. പക്ഷേ അതിൻ്റെ കൂടെ ഞങ്ങൾ ഹെൽമെറ്റ് വെച്ച് അടിക്കും, വേണേൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അത് സൗകര്യമില്ലെന്ന് പറഞ്ഞു ജനത്തിൻ്റെ പ്രശ്നം അതാണ്. അപ്പോൾ നിങ്ങളുടെ സമീപന പ്രശ്നം, CPI ഇവിടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ സമീപനം പ്രശ്നമായി എന്ന വിമർശനം ഉണ്ടായല്ലോ. അത് പ്രശ്നം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗൺമാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കാൻ വേണ്ടി മാത്രം കാറിലിരിക്കേണ്ട അയാളൊരു വടിയായിട്ട് റോഡിലിറങ്ങി കരിങ്കൊടി കാണിക്കുന്ന പ്രതിപക്ഷ യുവജന സംഘടനാ പ്രവർത്തകരെ വൈരാഗ്യ ബുദ്ധിയോടെ തല്ലി കൊല്ലാൻ പോകുന്ന പോലെ തല്ലുകയാണ്. അതും ജനം സഹിക്കില്ല. പിണറായി വിജയനോട് വിമാനത്തിൽ വെച്ച് നിങ്ങൾ രാജിവെക്കണമെന്ന് മുദ്രാവാക്യം വിളിച്ച ആളുകൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് കാപ്പ ചുമത്താൻ നോക്കുകയാണ്. അത് ജനത്തിന് മനസ്സിലാവും ആ സമീപന പ്രശ്നം. അങ്ങനെയൊന്നും ഭരിക്കണ്ട എന്നാണ് ജനം പറയുന്നത്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് റോഡുണ്ടാക്ക്, പാലം ഉണ്ടാക്ക്, ക്ഷേമ പെൻഷൻ താ, അരിത, അങ്ങനെ ഭരിക്കണ്ട. അത് നിങ്ങളെ എതിർക്കുന്ന എല്ലാവരെയും, നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്ന ആൾക്കാരെ എല്ലാവരെയും വധശ്രമ കേസിൽ പൂട്ടുക, അല്ലെങ്കിൽ കലാപാഹ്വാന കേസിൽ പൂട്ടുക. അപ്പോൾ ആ സമീപന പ്രശ്നത്തെ ജനം എടുത്തിട്ടുണ്ട് എന്നത് കാണേണ്ട കാര്യം. തുടർച്ചയായ അധികാരം CPIMൻ്റെ കോമ്രേഡ്സിനെയും മറ്റ് പല സംസ്ഥാനങ്ങളിലും ബാധിച്ചതുപോലെയുള്ള പലതരത്തിലുള്ള അഗ്രസീവായിട്ടുള്ള ഒരു സമീപനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയ നോക്കിയാലും പുറത്ത് നോക്കിയാലും കാണാം. ഏതെങ്കിലും നിലയ്ക്ക്, അതായത് സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒറ്റപ്പണി മാത്രം എടുക്കുക, ലെഫ്റ്റിൻ്റെ ഐഡിയോളജിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടല്ലോ, അതിലാരുമില്ല. രാവിലെ എഴുന്നേൽക്കുക, പിണറായി വിജയനെ സംരക്ഷിക്കുക, അത് അടുത്ത ഘട്ടം പിണറായി വിജയൻ്റെ മകളുടെ ഇടപാടുകൾ സംരക്ഷിക്കുക, ഇതുപോലുള്ള പരിപാടികൾ മാത്രമായിട്ട് പാർട്ടി മെക്കാനിസം മൊത്തം മുഴുകുക. ജനത്തിനത് ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ തോൽവിക്ക് കാരണമായിട്ടുള്ള പല ഘടകങ്ങൾ അവിടെ നിൽക്കുന്നു. അതിനെ എൻഗാഷ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ കോൺഗ്രസ് പ്രവർത്തിച്ചു എന്ന് കാണുക. ഇപ്പോൾ VD സതീശൻ്റെ ലീഡർഷിപ്പ് അതിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അവർ ആ പണിയെടുത്ത് ജയിക്കുന്ന കണ്ടല്ലോ.